ഹലോ, വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ ഡീൽ ചെയ്യുന്നത്, ദ പാത്സ് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്. അപ്പം ഇത്രയെല്ലാം പഠിച്ച് നമ്മളിപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് എത്തി. അപ്പം ഈ ഒരു സെഷനിൽ നമ്മളുടെ ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരിക്കും നമുക്കിത് ഈ ഒരു സെഷൻ വരുന്നത്. അപ്പം നമുക്ക് സെഷനിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്കൊരു മ്യൂസിയം വിസിറ്റ് ചെയ്താലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ മ്യൂസിയം വിസിറ്റ് ചെയ്യാനൊക്കെ, അല്ലെ? നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവാം, ഒരു സ്റ്റഡി ടൂർ എന്ന രീതിയിൽ നിങ്ങളൊരു മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സിന്റെ കൂടെയും കസിൻസിന്റെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെയും ഒക്കെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലൊക്കെ എല്ലാവരും പോയി കാണും, അല്ലെ? അപ്പൊ നമ്മൾ എന്താ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്? യെസ്, മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ മെയിൻലി ഫോസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പഴയ എവല്യൂഷൻ സംഭവിച്ചു എന്നതിന് തെളിവായിട്ട് വരുന്ന കുറേയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണും, അല്ലെ? അപ്പൊ ഇവിടെ വന്നൊരു വാക്കാണ് എവല്യൂഷൻ. എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എവല്യൂഷൻ? എവല്യൂഷൻ എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരിണാമം. ഓക്കെ, ഒരു ചെറിയൊരു സെല്ലിൽ നിന്ന് എവല്യൂഷൻ സംഭവിച്ച്, അതിന് ചേഞ്ച് സംഭവിച്ച്, അതിന് ജനറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ച് സംഭവിച്ച്, അതിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസ്, വേറൊരു ഓർഗാനിസം ഉണ്ടായി, ആ ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസം ഉണ്ടായി, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പരിണാമം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പം ഈ മ്യൂസിയത്തിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാം, നമുക്ക് ഇങ്ങനെ ഡൈനോസേഴ്സിനൊക്കെ നമ്മൾ കാണും, അല്ലെ? ഈ ഫിഗറിൽ, ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് കാണാം കുറേ സ്റ്റുഡൻസും നടുക്കൊരു വലിയ ഡൈനോസറിനെ നിങ്ങൾക്ക് കാണാം, അല്ലെ? അപ്പൊ ഈ ഡൈനോസറിന്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ ഫോസിലായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, അല്ലെ? ഈ ഡൈനോസർ എന്ന് പറയുന്ന ഒരു ജീവി പണ്ടത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നതിനുള്ളൊരു തെളിവാണ് ഈ ഒരു ഡൈനോസറിന്റെ സ്കെൽട്ടൺ, അല്ലെ? അതിപ്പോഴും നമുക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ നമുക്കത് കാണാൻ പറ്റും, അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? പണ്ടത്തെ കാലത്ത് ഈ ഡൈനോസിസ് എന്ന് പറയുന്ന ജീവികൾ ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇതിന്റെ ഫോസിൽസ് സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ജീവൻ എർത്തിൽ ഉണ്ടായത് എന്നതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കിയാലോ? എല്ലാരും റെഡി അല്ലേ? അപ്പോ നമുക്ക് അതിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിനെ കാണാം, അല്ലെ? എന്താ ഇത്? ഈ അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കിയോപ്ടെറിക്സ്. ആർക്കിയോപ്ടെറിക്സ് നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ ഒരു ജീവിയെ. ഇതിന്റെ ഫോസിലാണ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ജീവിനെ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ രണ്ട് ഓപ്ഷൻസ് പറയാം. ഇതൊരു റെപ്റ്റൈൽ ആണോ, ഇതൊരു ബേർഡ് ആണോ? റെപ്റ്റൈൽ ആണോ, ബേർഡ് ആണോ? പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്കൊരു ഡൈനോസറിന്റെ ഒരു ഛായ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഒരു ബേർഡിന്റെ ചിറകൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ ഒരു ബേർഡിന്റെ ഛായ നിങ്ങൾക്ക് തോന്നും, അല്ലെ? ആക്ച്വലി ഈ ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്ന ജീവി കംസ് അണ്ടർ ബേർഡ്സ്. ഓക്കെ, ബേർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ആർക്കിയോപ്ടെറിക്സ് വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു റെപ്റ്റൈൽ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്ന ഒരു ജീവി ഇത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്നതാണ്. ഓക്കെ, അപ്പം ഈ ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്നത് ഒരു റെപ്റ്റൈലിന്റെയും ബേർഡ്സിന്റെയും ഒരു കണക്റ്റിംഗ് ലിങ്ക്, അവിടെയാണ് എവല്യൂഷൻ സംഭവിച്ചത്. റെപ്റ്റൈൽസിൽ നിന്ന് ബേർഡ്സ് ഉത്ഭവിച്ചു എന്ന് കാണിക്കാനായിട്ട് ഉള്ള ഒരു ഫോസിലായിരുന്നു ഇത്. ഓക്കെ, പണ്ട് കാലത്ത് ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു. സോ ഇതിനെ നമ്മൾ ഫസ്റ്റ് സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് വേണം ഒരു ബേർഡ് എന്ന് തോന്നാം, പക്ഷെ അതേസമയം റെപ്റ്റൈൽസിന്റെ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായത് എന്ന് ഉള്ള ഒരു എവല്യൂഷൻ, അങ്ങനെ വരുന്ന ഒരു എവല്യൂഷനെ കാണിക്കാനായിട്ടാണ് ഈ ഒരു ഫിഗർ ഞാനിപ്പോ കാണിച്ചത്. മനസ്സിലായോ? സോ ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക്, or it is considered as a connecting link between class reptiles and class apes. apes എന്താണ്? ബേർഡ്സ് ആണ്, അല്ലെ? സോ അപ്പൊ ഇതെന്താണ്? ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മൈറ്റ് ഹാവ് ലൈഫ് ഒറിജിനേറ്റഡ്? എങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്? ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവണമെങ്കിലും, ഈ ആർക്കിയോപ്ടെറിക്സ് ഉണ്ടാവണമെങ്കിലും, നമ്മൾ ഇപ്പൊ മനുഷ്യന്മാരുണ്ടാവണമെങ്കിലും, ഒരു കുരങ്ങുണ്ടാവണമെങ്കിലും, എല്ലാം ഇതിന് അടിസ്ഥാനമായിട്ട് ഒരു ജീവൻ എങ്ങനെയാണ് എർത്തിൽ ഉണ്ടായെന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഒരു ജീവൻ എപ്പോ എർത്തിൽ ഉണ്ടായോ അപ്പം തൊട്ടാണ് എവല്യൂഷൻ, പരിണാമം സംഭവിച്ച് അവസാനം നമ്മളെ പോലുള്ള മനുഷ്യന്മാരുണ്ടായത്, അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് എർത്തിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ,
സോ ഇതിന് 2 തിയറീസ് ആണ് സയന്റിസ്റ്റുകൾ പുട്ട് ഫോർവേഡ് ചെയ്തത്. ഒരു തിയറി പാൻസ്പെർമിയ തിയറിയും വേറൊരു തിയറി കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. അപ്പൊ നമുക്ക് ആദ്യം പാൻസ്പെർമിയ തിയറി എന്താന്ന് പറയാം. പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഇതിൽ ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡന്റലി റീച്ച് എർത്ത്. ഒരു ആക്സിഡന്റൽ ആയിട്ടാണ് ലൈഫ് എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് പറയുന്നത്. അതായത് ഒരു ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഇത് എർത്ത് ആണ് അല്ലെ, ഇത് എർത്ത് ആണ്. ഈ എർത്തിലോട്ട് ഒരു ഉൽക്ക വന്ന് പതിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നേ അല്ലേ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഉൽക്ക വന്നിട്ട് പതിക്കുന്ന. അപ്പം ഇവർ പറയുന്ന അനുസരിച്ച്, പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് പറയുന്ന അനുസരിച്ച്, ഈ വന്ന് പതിക്കുന്ന ഉൽക്കയില്, മീറ്റിയോർസില് ചിലപ്പോ ഒരു ജീവന്റെ അംശം ഉണ്ടാവാം, ഒരു മൈക്രോബിയൽ സ്പോർ ഉണ്ടാവാം. ഓക്കെ, ഒരു മൈക്രോബിയൽ സ്പോർ ഉണ്ടാവാം. അപ്പം അതൊരു ജീവന്റെ അംശമല്ലേ. അപ്പൊ ആ മൈക്രോബിയൽ സ്പോർ എർത്തിൽ വന്ന് പതിച്ചതിന്റെ ഫലമായിട്ടാണ് എർത്തിൽ ജീവൻ ഉണ്ടായത്, ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇത് വാലിഡ് ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന്? ചുമ്മാ വേറെ എവിടെയോ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റിൽ ഉണ്ടായിരുന്ന മൈക്രോബിയൽ സ്പോർ കാറ്റത്ത് വീശി വീശി ഉൽക്കയുടെ സഹായത്തോടു കൂടെ എർത്തിലെത്തി, അവിടുന്ന് ജീവൻ ഉത്ഭവിച്ചു എന്നാ ഇത് പറയുന്നത്? എന്തെങ്കിലും സെൻസ് ഉള്ള ഒരു ഹൈപ്പോത്തസിസ് ആയിരിക്കും ഇത്? ഈ തിയറി ആക്സെപ്റ്റഡ് അല്ലായിരുന്നു. കാരണം ഒരു എവിഡൻസോ ഇത് കാണിക്കാനായിട്ട് ഒരു എവിഡൻസ് പോലും ഇല്ലായിരുന്നു ഇത് പറഞ്ഞ ആൾക്ക്. അനക്സഗോറസ് എന്ന് പറഞ്ഞ ആളാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. സോ ഇദ്ദേഹത്തിന് ഒരു എവിഡൻസ് ഇല്ലാതെ ഇത് കാണിക്കാൻ, ഇദ്ദേഹം ഒരു ഹൈപ്പോത്തസിസ് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇറ്റ് വാസ് നോട്ട് accepted. According to the legend, asteroids or meteors carried microbial spores from space to Earth, initiating the origin of life. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു ഉൽക്കയിൽ ക്യാരി ചെയ്തിരുന്ന മൈക്രോബിയൽ സ്പോർസ് സ്പേസിൽ നിന്ന് എർത്തിലോട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് ലൈഫ് എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. This idea ignores the reality that because of how big space is, എന്തുമാത്രം വലിയ സ്പേസ് ആണെന്നാലും ഇറ്റ് വിൽ ടേക്ക് എ വെരി ലോങ് ടൈം ടു ട്രാവൽ ബിറ്റ്വീൻ പ്ലാനറ്റ്സ്. ഓക്കെ, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഒരു പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലോട്ട് പോകാനായിട്ട് അല്ലെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ നമ്മുടെ മൈക്രോബിയൽ സ്പോർ എന്ന് പറയുന്ന ഒരു ലൈഫ് ഫോം അല്ലേ, ആ ഒരു ലൈഫ് ഫോമിന് ഒരു ഉൽക്കയിൽ നിന്ന് പതിച്ചിട്ട് അവിടെ ഒരു പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലോട്ട് പോകാനായിട്ട് ഇത്രയും ലോങ് ഡിസ്റ്റൻസ്, ലോങ് ടൈം ഉണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും സമയം അതൊരു എന്താ പറയാ, ഒരു ഡോർമെന്റ് സ്റ്റേറ്റിൽ ഇരിക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊരു ഡോർമെന്റ്, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇപ്പുറത്തെ പ്ലാനറ്റിൽ വന്നിട്ട് അത് ആക്റ്റീവായി വരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇറ്റ് വുഡ് ബി ഹൈലി ഇംപ്രോബബിൾ ഫോർ എ ലൈഫ് ഫോം ടു റിമെയിൻ ഡോർമെന്റ് ഓർ അലൈവ് ഫോർ സച്ച് ലോങ് ഡ്യൂറേഷൻ. സോ ഇത്രയും നീണ്ട കാലയളവില് ഒരിക്കലും ഒരു ലൈഫ് ഫോമിന് ഇങ്ങനെ ഒരു എന്താ പറയാ, ജീവിക്കാനായിട്ട് ഒരു സോഴ്സ് പോലും ഇല്ലാതെ അതിന് ഡോർമെന്റ് ആയിട്ടോ അലൈവ് ആയിട്ടോ ഇരിക്കാൻ പറ്റത്തില്ല അല്ലെ. സോ ദിസ് തിയറി വാസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റഡ്. സോ അപ്പം അദ്ദേഹം പറഞ്ഞ തിയറി പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അങ്ങനെ ആരും കേട്ടില്ല, കാരണം ഇതിന് എവിഡൻസസ് ഇല്ല. സോ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് വേറൊരു പ്ലാനറ്റിൽ ഉണ്ടായിരുന്ന സാധനം ഇവിടെ വന്നിട്ട് എങ്ങനെയോ ഒരു ആക്സിഡന്റൽ ഇതിൽ ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇത് പെട്ടെന്നൊന്നും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെ. സോ ദിസ് തിയറി പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് വാസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റഡ്. ഓക്കെ, നൗ അപ്പൊ വന്നിട്ടാണ് വേറൊരു 2 പേര് വന്നിട്ട് വേറൊരു തിയറി പ്രപ്പോസ് ചെയ്തു. ആ തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഈ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറഞ്ഞത് അത് പ്രപ്പോസ് ചെയ്തത് ഈ 2 ആൾക്കാരാണ്, ഒപ്പാരിൻ, AI ഒപ്പാരിനും JBS ഹാൽഡേനും. ഓക്കെ, എന്തായിരിക്കും തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ? എന്തായിരിക്കും? ആ ഒരു പേര് തന്നെയുണ്ട്, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് കാരണം സംഭവിച്ച ഒരു പരിണാമം, അതിനെയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു തിയറി പ്രകാരം ഇവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ സീ വാട്ടർ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ ഇൻ പ്രിമിറ്റീവ് എർത്ത്. പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തില് കുറെ എന്തൊക്കെയോ രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പൊ അവിടെ ചെറിയൊരു ലോജിക്ക് വന്നു അല്ലെ. കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ റിയാക്ഷൻ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശരിയാക്കി എടുക്കാം അല്ലെ. അപ്പൊ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്ന അനുസരിച്ച് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തിൽ നിന്ന് കുറേയേറെ രാസപ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് ഒരു ജീവൻ ഉണ്ടായെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കിയാലോ. അപ്പം ഒപ്പാരനും ഹാൽഡിനും പറയുന്ന അനുസരിച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തിൽ വരുന്ന കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. പ്രിമിറ്റീവ് എർത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പൊ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ആ ഓക്സിജൻ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ആൻഡ് ഉണ്ടായിരുന്ന കുറച്ചധികം കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, അമോണിയ, വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്. സോ ഇങ്ങനെയുള്ള കുറച്ചധികം കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ എർത്തിൽ ഉണ്ടായിരുന്നു, പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാടധികം ഇടിയും മിന്നലും, ഇടി മിന്നൽ, മിന്നലൊക്കെ ഇങ്ങനെ വരയ്ക്കാം അല്ലെ, ഇടി മിന്നൽ, പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ്, ഇങ്ങനെ അധികം കുറേ അധികം ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരുപാടധികം ഭയങ്കര പവർ കൊടുക്കുന്ന ഒരുപാടധികം കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇവിടെ രാസപ്രവർത്തനങ്ങൾ നടന്നത്. സോ ഇത്രയും കാര്യങ്ങളുടെ ഫലമായിട്ട് കുറച്ചധികം രാസപ്രവർത്തനങ്ങൾ നടന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് പ്രിമിറ്റീവ് എർത്തില് കുറച്ച് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. ഓക്കെ. സോ നമ്മുടെ പ്രിമിറ്റീവ് എർത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇത് ഇമാജിൻ ചെയ്തെങ്കിലേ നടക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ഒരു സിനിമ കാണാം, അപ്പൊ സിനിമയിൽ ഭയങ്കര ഇടിയും മിന്നലും പേമാരി, വോൾക്കാനോ, പിന്നെ കുറെ അധികം കുറച്ച് ഹൈഡ്രജൻ, നൈട്രജൻ, അമോണിയ, ഇങ്ങനെയുള്ള കുറച്ച് സബ്സ്റ്റൻസസ് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നടക്കുന്ന വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്തോ. ഓക്കെ. അപ്പം നമ്മുടെ എർത്തിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഒരു 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലായിരിക്കും നമ്മുടെ എർത്ത് ഉണ്ടാവുക. സോ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഇത്രയധികം സോഴ്സസ് ഓഫ് എനർജി ഒക്കെ വന്നിട്ട് ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് വെറുതെ ഇരിക്കും. അത് തമ്മിൽ ഒരുപാടധികം റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ. സോ അങ്ങനെ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്തു. ഓക്കെ. ആ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് നൈട്രജൻ ബേസസ് ഫോം ചെയ്തു. ഓക്കെ. ദെൻ ഫാറ്റി ആസിഡ്സ് ഫോം ചെയ്തു. ഫാറ്റി ആസിഡ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. ഫാറ്റി ആസിഡ്സ് ഫോം ചെയ്തു. പിന്നെ മോണോസാക്കറൈഡ്സ് ഫോം ചെയ്തു. ആൻഡ് അമിനോ ആസിഡ്സ് ഫോം ചെയ്തു. സോ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുക എർത്തിൽ. ഓക്കെ. സോ നൈട്രജൻ ബേസസ്, ഫാറ്റി ആസിഡ്, മോണോസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്. ആൻഡ് ഇതെല്ലാം വഴിയെ കുറച്ചധികം കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് മാറി. ഓക്കെ. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് മാറി. നൈട്രജൻ ബേസസ് കുറെ കൂട്ടിയിണക്കി അവിടെ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തു. ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോളുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ എന്തുണ്ടായി? ലിപ്പിഡ് ഫോം ചെയ്തു. മോണോസാക്കറൈഡ്സ് എന്തായി? പോളിസാക്കറൈഡ്സ് ഉണ്ടായി. ഓക്കെ. ദെൻ അമിനോ ആസിഡ്സിന് എന്ത് സംഭവിച്ചു? പ്രോട്ടീൻ ഉണ്ടായി. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ബിൽഡ് ചെയ്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പോളിസാക്കറൈഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഒരു സെല്ലിന് ആവശ്യമായിട്ടുള്ള സെല്ലിന്റെ സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കോമ്പണൻസ് ഇവിടെ ഫോം ആയി കഴിഞ്ഞു. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? ന്യൂക്ലിക് ആസിഡ് ഉണ്ടായി അല്ലേ. ന്യൂക്ലിക് ആസിഡ്, അതായത് ന്യൂക്ലിയോടൈഡ് വെച്ചിട്ട് അവർ ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്തു. അതേസമയം ലിപ്പിഡ് ബൈലെയർ ഉണ്ടായി അല്ലേ. നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് ലിപ്പിഡ് ബൈലെയർ കാണാം, പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ. സോ അതിനാവശ്യമായിട്ടുള്ള എന്താണ്? ലിപ്പിഡ് ബൈലെയർ ആവശ്യമുണ്ട്. ലിപ്പിഡ് ഉണ്ട്, പോളിസാക്കറൈഡ് ഉണ്ട്, ഷുഗർ മോളിക്യൂൾസ് ഇല്ലേ, പിന്നെ പ്രോട്ടീൻ ഇല്ലേ. സോ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ലിപ്പിഡ് ബൈലെയർ ഉണ്ടായി. ഓക്കെ. അപ്പൊ ഒരു സെല്ല് എടുക്കുന്നു, സെല്ലിനൊരു ലിപ്പിഡ് ബൈലെയർ ഉണ്ടായി അല്ലേ. ഉള്ളില് നമുക്ക് ന്യൂക്ലിയസിനുള്ളിൽ എന്തുള്ളത്? ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്തു അല്ലേ. സോ ഇപ്പൊ ഇത് നമുക്ക് സെല്ലായില്ലേ. സോ ദിസ് ഹെൽപ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ പ്രിമിറ്റീവ് സെൽ. ഇങ്ങനെയാണ് നമ്മുടെ പ്രിമിറ്റീവ് എർത്തിൽ ലൈഫ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഇതിനെന്തെങ്കിലും സെൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് അല്ലെ. അതേസമയം
ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ വാട്ടർ വേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ വാട്ടർ വേപ്പറിന് ആക്ച്വലി വാട്ടർ വേപ്പറിന് കണ്ടൻസേഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കാം? വെള്ളം ഉണ്ടാവും അല്ലെ. വാട്ടർ വേപ്പറിന് കണ്ടൻസ് ചെയ്താൽ അവിടെ വെള്ളം ഉണ്ടാവും. സോ കണ്ടൻസേഷൻ ഓഫ് ദിസ് വാട്ടർ വേപ്പർ കോസ് ദ ഫോർമേഷൻ ഓഫ് ഓഷ്യൻസ് എന്നാ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രിമിറ്റീവ് എർത്തിൽ നമ്മുടെ ലൈഫ് ഉണ്ടായെന്നാ പറയുന്നത്. സോ ദിസ് ഇസ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി അത് എങ്ങനെയാണ് നമുക്കൊരു പടം കാണിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ളതായിരിക്കും പടമൊക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് എന്ത് പാടം ഓർത്തിരിക്കാൻ അല്ലേ. ഓരോ ബോക്സസിലും കുറേയേറെ കാര്യങ്ങൾ ഇത് എങ്ങനെ ഓർത്തിരിക്കും നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഒരു കഥ പോലെ ആയില്ലേ? അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത്, അവിടെ എന്തൊക്കെയുള്ളത്? ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ സൾഫൈഡ് എക്സെട്ര. പിന്നെ ഫ്രീ ഓക്സിജൻ ഉണ്ടോ? ഇല്ല, നോ ഫ്രീ ഓക്സിജൻ. ഇനി സോഴ്സസ് ഓഫ് എനർജി, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഉണ്ട്, യു വി റേഡിയേഷൻസ് ഉണ്ട്, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം വന്ന് അവിടെ എന്താ സംഭവിക്കാം? ഒരുപാടധികം കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവും. അമിനോ ആസിഡ്സ്, മോണോസാക്കറൈഡ്സ്, നൈട്രജൻ ബേസസ് ആൻഡ് ഫാറ്റി ആസിഡ്സ്. ഇതിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിയേറ്റഡ്സ്, ലിപ്പിഡ്സ് എക്സെട്ര. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എന്തുണ്ടായി? ന്യൂക്ലിയിക് ആസിഡും ലിപ്പിഡ് ബൈലെയറും ഉണ്ടായി. സോ ദിസ് ഇസ് എ സെൽ. മനസ്സിലായില്ലേ? ഇപ്പൊ സിമ്പിൾ ആയില്ല കാര്യം. സോ ഇത് എന്തൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചതെന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? യെസ്, പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ സൾഫൈഡ് എക്സെട്ര. ഇനി സോഴ്സസ് ഓഫ് എനർജി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് പറഞ്ഞു, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് പറഞ്ഞു, വോൾക്കാനിക് ഇറപ്ഷൻസ് പറഞ്ഞു. എങ്ങനെയാണ് ഓഷ്യൻ ഫോം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞില്ലേ? കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ദ റിസൾട്ടിംഗ് ഇൻസിസ്റ്റന്റ് റെയിൻ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഓഷ്യൻസ്. അപ്പൊ ഓഷ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? chemical reactions that led to the formation of cell. As a result of chemical processes, simple organic molecules such as amino acids, monosaccharides, nitrogen bases, and fatty acids are formed. From this simple organic molecules, complex organic molecules such as proteins, polysaccharides, nucleotides, and lipids are formed. Following this, nucleic acids and lipid layer is formed. Hence, പ്രിമിറ്റീവ് സെൽ ഈസ് ഫോംഡ്. അങ്ങനെ ഫൈനലി ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ല് എർത്തിലുണ്ടായി. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ കണ്ടപ്പോ ഒരു ഇച്ചിരി വിഷമം തോന്നി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ബൈഹാർട്ട് ആയില്ലേ ഇപ്പൊ സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലോട്ട് പോയാലോ? അപ്പം ഇവിടെ രണ്ടാൾക്കാരെ നമുക്ക് കാണാം, യൂറി ആൻഡ് മില്ലർ. നമ്മൾ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ തിയററ്റിക്കലി പറഞ്ഞു വെച്ചു. ആരൊക്കെ? AI ഒപ്പാരിനും JBS ഹാൽഡെയിനും. ഇവർ തിയററ്റിക്കലി ആ ഒരു തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഹാരോൾഡ് യൂറിയും സ്റ്റാൻലി മില്ലറും വന്നിട്ട് ഈ തിയറി എല്ലാം പഠിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു ഇത് അവർക്കൊരു ആഗ്രഹം, ഇത് ജസ്റ്റ് ഒന്ന് ഇവർക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇവർ പറഞ്ഞത് ഒരു സെൻസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നിവർ പറഞ്ഞു. അപ്പൊ ഇവർ അതിന്റെ ഭാഗമായിട്ട് അവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ആ പറയുന്ന കണ്ടീഷൻസ് എല്ലാം അവർ റിക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഓരോരോ ആക്ഷൻ ത്രില്ലർ മൂവീസിലൊക്കെ ഒരു ഇൻസിഡന്റ് അവർ റിക്രിയേറ്റ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു മർഡർ കേസസിലൊക്കെ നമ്മൾ പോലീസുകാരൊക്കെ പറയുന്ന കേൾക്കാം, എന്താ ആ ഒരു ആക്ഷൻ സീൻ, ആ ഒരു മർഡർ സീൻ റിക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ അല്ലെ? അപ്പം അതേസമയം 2018 ഒക്കെ ഇപ്പൊ ഇറങ്ങിയ സമയം 2018 മൂവിയൊക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലെ? അപ്പൊ ഈ 2018 ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചായി. അപ്പം ആ സിനിമയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പണ്ടത്തെ ആ ഒരു പ്രളയം, അതൊക്കെ അവിടെ ഒരു റിക്രിയേഷനാണ് സംഭവിച്ചത് അല്ലെ? അപ്പം ആ ഒരു റിക്രിയേഷൻ സംഭവിക്കുന്ന വഴി എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് ആ ഒരു ഘട്ടത്തിൽ നടന്നതെന്ന് എല്ലാവരും കണ്ട കാര്യമാണ് അല്ലെ? അപ്പൊ അതേപോലെ ഇവിടെ യൂറി മില്ലറും തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റിക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ എന്താ അവിടെ ഉണ്ടാവുന്നത് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു സീൻ റിക്രിയേറ്റ് ചെയ്തു. Okay, so they artificially recreated the atmosphere of primitive Earth that contained methane, ammonia, hydrogen and water vapor. നമുക്ക് ആ ഒരു സിസ്റ്റം കണ്ടാലോ എങ്ങനെ അവർ റിക്രിയേറ്റ് ചെയ്തെന്ന്? സോ ഇതാണ് യൂറി മില്ലർ എക്സ്പെരിമെന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇദ്ദേഹം ഇവർ രണ്ടുപേരും ഒരു ഗ്ലാസ് ഫ്ലാസ്കിൽ നമ്മുടെ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കൊടുത്തേക്കുവാണ്. വാട്ടർ വേപ്പർ കൊടുത്തിട്ടുണ്ട്, മീഥെയിൻ കൊടുത്തിട്ടുണ്ട്, അമോണിയ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ആയിരുന്നു അല്ലെ? സോ അവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു.
നമ്മുടെ സോഴ്സസ് ഓഫ് എനർജി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ എന്തായിരുന്നു അവിടുത്തെ സോഴ്സസ് ഓഫ് എനർജി? കുറെ ഇടിയും മിന്നലും കുറെ വോൾക്കാനിക് ഇറപ്ഷൻസും പിന്നെ UV റേഡിയേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട്, അപ്പൊ അങ്ങനെയുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി കൊടുക്കാനായിട്ട്, ലൈറ്റ്നിങ് ഒക്കെ കൊടുക്കാനായിട്ട് അവിടെ 2 ഇലക്ട്രോഡും അവർ വെച്ചു കൊടുത്തു. അപ്പം അവിടെ എന്താ ലൈറ്റ്നിങ് പ്രോസസ്സ് നടക്കുമല്ലോ. ഇനി ഈ വാട്ടർ വേപ്പർ എങ്ങനെയാ അവിടെ കിട്ടിയത്? വാട്ടർ വേപ്പർ അവർക്ക് എങ്ങനെ, ആ ഒരു ഗ്യാസ് അവർക്ക് എങ്ങനെ കിട്ടിയത്? ആ വാട്ടർ വേപ്പർ കൊടുക്കാനായിട്ട് അവർ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചു. ഓക്കെ, കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചു. അപ്പം ആ വെള്ളത്തിന്റെ തിളപ്പിൽ നിന്ന് കിട്ടി നമുക്ക് നീരാവി കിട്ടുമല്ലോ. ആ നീരാവി ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യിപ്പിച്ചു. സോ അങ്ങനെയാണ് ഇവിടെ നമുക്ക് നീരാവി കിട്ടിയത്. ഇനി എങ്ങനെയാ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു കണ്ടൻസർ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കൂൾ ചെയ്യാൻ വേണ്ടിട്ട്, ഈ ഒരു റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് കൂൾ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കണ്ടൻസർ വെച്ച് കൊടുത്തു. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ട്, റിയാക്ഷൻസ് എല്ലാം നടന്നതിന്റെ ഭാഗമായിട്ട് കൂൾഡ് വാട്ടർ വന്നല്ലോ. സോ ഇറ്റ് റെപ്രസെന്റഡ് ഓഷ്യൻ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു ഈ ഒരു റിയാക്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഇവർക്ക് കിട്ടിയ ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ ഒരു മോളിക്യൂൾ ഉണ്ടായിരുന്നു. അതാണ് അമിനോ ആസിഡ്. സോ ഈ അമിനോ ആസിഡ് ആണ് ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടിയ ഒരു ഒരു മോളിക്യൂൾ. ഓക്കെ, സബ്സ്റ്റൻസ്. സോ അമിനോ ആസിഡ് എന്താണ്? പ്രിമിറ്റീവ് എർത്തിലെ ഒരു സെല്ല് ഉണ്ടാവാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ അല്ലേ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ അമിനോ ആസിഡ് ഉണ്ടായില്ലേ? അപ്പൊ അവർക്ക് സന്തോഷമായി. യെസ്, ഒപ്പാരനും ഹാൽഡിനും പറഞ്ഞ തിയറി കറക്റ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ ആ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഇറ്റ് വാസ് ഹെൻസ് പ്രൂവ്ഡ് ബൈ ഹും? യൂറിയ ആൻഡ് മില്ലർ. മനസ്സിലായില്ലേ? സോ high voltage electricity was used to travel through the gaseous mixture in the glass flask in place of natural energy resources like thunder and lightning that would have been present in the atmosphere of prehistoric Earth. Then a condenser was used. ഒരു കണ്ടൻസർ അവിടെ ഉപയോഗിച്ചു നമ്മൾ കണ്ടു. After the sediment components were separated, organic compounds like amino acids could be seen. Amino acids ആണ് അവർക്ക് കിട്ടിയത്. Okay. So hence theory of chemical evolution was accepted. Okay, അത് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തത്? ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റ്. ഇനി നമുക്ക് ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ കുറിച്ച് പറയാം. എന്താണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് വെച്ചാൽ? ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടായി എന്നുള്ളതാണ് ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ കൊണ്ട് നമ്മൾ പറയുന്നത്. സോ ഇതൊരു ഷോർട്ട് ആയിട്ട് നമുക്ക് കേട്ട് എങ്ങനെയാണ് ഉണ്ടായത്, നമ്മൾ എവല്യൂഷൻ സംഭവിച്ച് എങ്ങനെയാണ് നമ്മളെ പോലുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ആ ഒരു കാലയളവാണ് നമുക്ക് നമ്മൾ പറയാൻ പോകുന്നത്. സോ 3800 മില്യൺ ഇയേഴ്സ് എഗോ, 3800 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഉണ്ടായതാണ് നമുക്ക് പ്രിമിറ്റീവ് സെൽ. ഈ പ്രിമിറ്റീവ് സെൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ 2 തിയറി കൂടെ പഠിച്ചു അല്ലെ? ഒരു തിയറി ആക്സെപ്റ്റഡ് ആയിരുന്നു, ഒരു തിയറി റിജക്റ്റഡ് ആയിരുന്നു. സോ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ഏതായിരുന്നു? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. സോ അത് പ്രകാരം പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ല് എർത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. സോ അത് എത്ര വർഷങ്ങൾക്ക് മുന്നേ ആണ്? 3800 മില്യൺ ഇയേഴ്സ് എഗോ. ഓക്കെ, അതിനുശേഷം കുറച്ച് ഒരു 300 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് പതിയെ പ്രൊക്കാരിയോട്സ് ഡെവലപ്പ് ചെയ്തു. എന്താ പ്രൊക്കാരിയോട്സ്? എന്താണ് പ്രൊക്കാരിയോട്സ്? യെസ്, ഒരു ട്രൂ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തവരെയാണ് നമ്മൾ പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ന്യൂക്ലിയസിന്റെ ഒക്കെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലെ? സോ ആ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനുള്ളിലാണ്, അതുമായിട്ട് ആ ഒരു വലയത്തിനുള്ളിലാണ് DNA ഒക്കെ കാണുന്നത്. പക്ഷെ പ്രൊക്കാരിയോട്സിൽ അങ്ങനെ ഒരു ഡിവിഷൻ വേർതിരിവില്ല. പ്രൊക്കാരിയോട്സിൽ സൈറ്റോപ്ലാസം തന്നെയായിരിക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. ദർ ഇസ് നോട്ട്, പക്ഷെ അവിടെ ഒരു റീജിയൻ ഉണ്ട്. സോ ന്യൂക്ലിയോയിഡ് എന്നാണ് റീജിയൻ എന്നൊക്കെ പറയാം, അതൊന്നും നമുക്കിപ്പോൾ പഠിക്കേണ്ട. സോ പ്രൊക്കാരിയോട്ട് സിംപ്ലി പറയുകയാണെങ്കിൽ പ്രൊക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. സോ അങ്ങനെയുള്ള ഒരു ജീവജാലം അവിടെ ക്രിയേറ്റഡ് ആയി. പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് അടുത്തത് ഉണ്ടായിരിക്കുന്നത് പ്രൊക്കാരിയോട്സ് ആണ്. സോ ദാറ്റ് ഈസ് അറൌണ്ട് 3500 മില്യൺ ഇയേഴ്സ് എഗോ. ഓക്കെ, ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു കാലഘട്ടം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3500 മില്യൺ ഇയേഴ്സ് എഗോയിലാണ് പ്രൊക്കാരിയോട്സ് ഉണ്ടായത്
ഇവിടെ നിന്ന് പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന്. ഇനി അത് കഴിഞ്ഞ് യൂക്യാരിയോട്സ് ഉണ്ടായി, പ്രോക്യാരിയോട്സിൽ നിന്ന് യൂക്യാരിയോട്സ് ഉണ്ടായി. അപ്പൊ പതിയെ പതിയെ പരിണാമം സംഭവിക്കുന്നത് കണ്ടില്ലേ, എവല്യൂഷൻ സംഭവിക്കുന്നത് കണ്ടില്ലേ. സോ പ്രോക്യാരിയോട്സിൽ എന്താ നമ്മൾ പറഞ്ഞ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ലായിരുന്നു. പക്ഷേ യൂക്യാരിയോട്സിലോട്ട് വന്നപ്പം അവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്പറൈന് അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ യൂക്യാരിയോട്സ് ഉണ്ടായി. ഇനി കുറെ വർഷങ്ങൾ കഴിഞ്ഞു, കുറെ മില്യൺ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവിടെ ഈ യൂക്യാരിയോട്സിന്റെ ഒക്കെ ഒരു കോളനി ഫോം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കോളനി ഓഫ് യൂക്യാരിയോട്സ് അവിടെ ഉണ്ടാവാൻ തുടങ്ങി. സോ അത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 1500 മില്യൺ ഇയേഴ്സ് എഗോ, കുറച്ചുകൂടെ അടുത്തടുത്തോട്ട് വന്നോണ്ടിരിക്കുകയല്ലേ, 1500 മില്യൺ ഇയേഴ്സ് എഗോ ഫൈനലി മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അറൌണ്ട് 1000 മില്യൺ ഇയേഴ്സ് എഗോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അവിടെ ഉണ്ടായി. സോ ഫ്രം പ്രിമിറ്റീവ് സെൽ എങ്ങനെയാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഡെവലപ്പ് ആയി എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. സോ പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് പ്രോകാരിയോട്സ് ഉണ്ടായി, പ്രോകാരിയോട്സിൽ നിന്ന് യൂക്യാരിയോട്സ് ഉണ്ടായി, യൂക്യാരിയോട്സിൽ നിന്ന് കോളനി ഓഫ് യൂക്യാരിയോട്സ് ഡെവലപ്പ് ചെയ്തു, അവിടെ നിന്ന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടായി. സോ 3800 മില്യൺ ഇയേഴ്സ് എഗോയിലാണ് പ്രിമിറ്റീവ് സെൽ ഡെവലപ്പ് ചെയ്തത്. അവിടെ നിന്ന് ഒരു 1000 വർഷങ്ങൾക്ക് മുന്നേ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഡെവലപ്പ് ചെയ്തു എന്നാണ് ഈ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ കാണിക്കുന്നത്. മനസ്സിലായല്ലേ? യെസ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത്. ജിയോളജിക്കൽ ടൈം സ്കെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദ പ്രിമിറ്റീവ് സെൽ is originated before 3800 million years ago. Prokaryotes are formed from primitive cell before 3500 million years ago. Eukaryotes 1500 million years ago. Multicellular organisms before 1000 million years ago. Gradually, colonies of membrane-bound eukaryotic cells were formed. This led to the emergence of multicellular organisms. മനസ്സിലായില്ലേ? യെസ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഷോർട്ടാക്കി നമുക്ക് ഇവിടെ കാണാം. 2 തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് നമ്മൾ പഠിച്ചു. പാൻസ്പെർമിയ തിയറി പഠിച്ചു, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പഠിച്ചു. പാൻസ്പെർമിയ തിയറി എന്തായിരുന്നു? യെസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറൊരു പ്ലാനറ്റിൽ നിന്നും ഒരു മീറ്റേഴ്സ് വഴി എർത്തിൽ വന്ന് ജീവൻ ഉണ്ടായെന്നാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത്. പക്ഷെ അത് അൺഅക്സെപ്റ്റഡ് ആണ്. ആൻഡ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ വാസ് റിയലി അക്സെപ്റ്റഡ് ബൈ ദ വേൾഡ്. ഓക്കെ, സോ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ സജസ്റ്റ് ചെയ്തത് പാരനും ഹാൽഡേനും ആണ്. അതിന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊണ്ടുവന്നത് യൂറി ആൻഡ് മില്ലർ ആണ്. സോ യൂറി ആൻഡ് മില്ലർ വാസ് കണ്ടക്ടഡ് ടു പ്രൂവ് കെമിക്കൽ എവല്യൂഷൻ തിയറി. ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് നമ്മൾ പറഞ്ഞു. പ്രിമിറ്റീവ് സെൽ, പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്, കോളനി ഓഫ് യൂകാരിയോട്സ് ആൻഡ് ഫൈനലി മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് like us were developed around 1000 million years ago. Okay, so this is all about this session. Thank you. Manorama Horizon, learning made simple.